ഒരിക്കലൊരു പാവപ്പെട്ട മരം വെട്ടുകാരൻ വിറക് ശേഖരിക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോയി. ആ കാട്ടിൽ ഒരു സൂഫി ഗുരു ധ്യാനത്തിലിരിക്കുന്നുണ്ട്. ഈ സൂഫി ഗുരു ചോദിച്ചു, ഒരു മഴയെങ്ങാനും വന്നാൽ ഇവിടെ നിന്ന് നന്നായിട്ട് മരങ്ങൾ കിട്ടിയില്ലെങ്കിൽ, അത് വിറക് ശേഖരിക്കാനായില്ലെങ്കിൽ നീ നിന്റെ കുടുംബവും പട്ടിണിയാവില്ലേ? ആ മരം വെട്ടുകാരൻ പറഞ്ഞു, തീർച്ചയായും. ഒരു കാര്യം ചെയ്യാം, നിനക്ക് ഞാനൊരു സ്ഥലം കാണിച്ചു തരാം. അവിടെ ഇരുമ്പിൻ്റെ അസംസ്കൃത വസ്തുക്കളുണ്ട്. നീ അവിടെ പോയിട്ട് നന്നായിട്ട് കുഴിച്ചെടുക്കുക. ഇതിനേക്കാളും നല്ല ഒരുപാട് സമ്പത്തുള്ള ഒരു അവസ്ഥയിലേക്ക് വരും. ഇത് കേട്ട മരം വെട്ടുകാരൻ ഈ സൂഫി ഗുരുവിൻ്റെ വാക്ക് കേട്ട് ആ പറഞ്ഞ സ്ഥലത്ത് കുഴിച്ചു നോക്കി. ഇരുമ്പിൻ്റെ അസംസ്കൃത വസ്തുക്കൾ കിട്ടി. അദ്ദേഹം അത് കൊണ്ടുപോയിട്ട് വിറ്റിട്ട് അത്യാവശ്യം സന്തോഷമായിട്ട് ജീവിക്കാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ മരം വെട്ടുകാരനെ വനത്തിൽ വെച്ച് ഈ സൂഫി ഗുരു കണ്ടുമുട്ടി. അപ്പം അദ്ദേഹം സൂഫി ഗുരു പറഞ്ഞു, നിനക്ക് ഞാൻ കുറച്ചും കൂടി മെച്ചപ്പെട്ട മറ്റൊരു സ്ഥലം കാണിച്ചു തരാം. വെള്ളിയൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണ്. നീ അവിടെ നന്നായിട്ട് കുഴിക്കുക, നീ സമ്പന്നനാവും. അങ്ങനെ ഈ വിറക് വെട്ടുകാരൻ അവിടെയൊക്കെ കുഴിച്ചു. അത്യാവശ്യം വെള്ളിയൊക്കെ കിട്ടി, നല്ലൊരു ജീവിതത്തിലേക്ക് കടന്നു വന്നു. പക്ഷെ അപ്പോഴും ദാരിദ്ര്യം ഫുള്ളായിട്ട് മാറിയില്ല. ഈ വിറക് വെട്ടുകാരനെ വീണ്ടും ഈ സൂഫി ഗുരു കണ്ടു. സൂഫി ഗുരു അപ്പോഴും വനത്തിൽ തന്നെയാണ്. ഓരോ തവണ ഓരോന്ന് കിട്ടുമ്പോഴും വീണ്ടും ദാരിദ്ര്യത്തിലാവുമ്പോൾ ഇയാൾ വീണ്ടും വിറക് വെട്ടാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ഈ സൂഫി ഗുരു പറഞ്ഞു, നിനക്ക് മറ്റൊരിടം കാണിച്ചു തരാം, സ്വർണം കിട്ടുന്ന ഒരു സ്ഥലം. അങ്ങനെ സൂഫി ഗുരു പറഞ്ഞ സ്ഥലത്ത് കുഴിച്ചു, സ്വർണ്ണശേഖരം കണ്ടെത്തി, വലിയ സമ്പന്നനായി മാറി. ഒരിക്കൽ കൂടി ഈ ഒരു സൂഫി ഗുരു ഈ വിറക് വെട്ടുകാരനെ കണ്ടു. അപ്പോൾ പറഞ്ഞു, വിറക് വെട്ടുകാരനോട് പറഞ്ഞു, നിനക്ക് ഞാൻ മറ്റൊരു സ്ഥലം കാണിച്ചു തരാം, നീ ഒരു കോടീശ്വരനായിട്ട് മാറും. അവിടെ അമൂല്യം വജ്രങ്ങളും രത്നങ്ങളും ഒക്കെയാണ്, മുത്തുകളൊക്കെ ഉള്ളത്. ആ പറഞ്ഞ സ്ഥലത്ത് ഈ വിറക് വെട്ടുകാരൻ കുഴിക്കാൻ തുടങ്ങി. നോക്കുമ്പോഴത് അത്ഭുതം, ഒരുപാട് വജ്രങ്ങളും മുത്തുകളും അപൂർവ ഇനം കല്ലുകളും. ഈ വിറക് വെട്ടുകാരൻ കോടീശ്വരനായി ഒരു ചക്രവർത്തിയെപ്പോലെ ജീവിച്ചു, ഒരുപാട് പരിചാരകരായി. അപ്പോഴും പാവം ഈ സൂഫി ഗുരു പട്ടിണി കിടന്നും ധ്യാനത്തിലിരുന്നും ആ വനത്തിൽ തന്നെയാണ്. അങ്ങനെ വലിയ കോടീശ്വരനായപ്പോൾ ഈ ഒരു പണക്കാരനായ വിറക് വെട്ടുകാരന് തോന്നി, എന്തുകൊണ്ടാണ് ഇതെല്ലാം കിട്ടുമെന്നറിഞ്ഞിട്ടും ഈ സൂഫി ഗുരു ഇതൊന്നും എടുക്കാതെ പോയത്? ഇപ്പോഴിതാ വലിയൊരു സങ്കടം. അദ്ദേഹത്തിന് ഇന്ന ഭാഗത്ത് സ്വർണ്ണമുണ്ട്, ഇന്ന ഭാഗത്ത് വജ്രമുണ്ട്, രത്നങ്ങൾ എന്നൊക്കെ അറിഞ്ഞിട്ടും അതൊന്നും എടുക്കാതെ പട്ടിണിയിലാവാൻ എന്തായിരിക്കും കാരണം? അങ്ങനെ ഈ ഒരു വിറക് വെട്ടുകാർ ഭയങ്കര സംശയങ്ങളും ഭയങ്കര സന്ദേഹങ്ങളും വിഷമങ്ങളുമായിട്ട് ഈ സൂഫി ഗുരുവിനെ കാണാൻ വന്നു. ഈ ഗുരു ചോദിച്ചു, ഇപ്പോൾ നിന്റെ മനസ്സിലുള്ള സംശയം, ഇത്രയും വലിയ നിധിശേഖരം അറിഞ്ഞിട്ടും ഞാൻ അതെന്തുകൊണ്ട് എടുത്തില്ല, എന്നിട്ട് ഞാൻ അതെന്തുകൊണ്ട് സമ്പന്നനായില്ല, നിനക്കെന്തിനു പറഞ്ഞെന്നു എന്നൊരു സന്ദേഹമല്ലേ നിന്റെ മനസ്സിൽ? ഉടൻ തന്നെ കോടീശ്വരനായിട്ട് മാറി വിറക് വെട്ടുകാരൻ പറഞ്ഞു, ശരിയാണ്. അപ്പോൾ ഈ സൂഫി ഗുരു പറഞ്ഞൊരു മറുപടിയുണ്ട്, എല്ലാം കിട്ടിയിട്ടും ഇപ്പോഴും നിന്റെ മനസ്സിൽ സംശയത്തിൻ്റെ അസ്വസ്ഥതയാണ്. ഇതെല്ലാം അറിഞ്ഞിട്ടും അതെടുക്കാതെ എൻ്റെ മനസ്സിൽ ഞാൻ സന്തോഷവാനാണ്. ഞാൻ ആഗ്രഹിക്കുന്ന നിധി ഈ വജ്രങ്ങളോ രത്നങ്ങളോ ഇരുമ്പോ ചെമ്പോ അല്ല, പടച്ച റബ്ബിൻ്റെ മദത് മാത്രമാണ്. പടച്ച റബ്ബിനെ മാത്രമാണ് എൻ്റെ കൂടെ വന്നിരിക്കൂ, യഥാർത്ഥ നിധി അങ്ങനെ കണ്ടെത്തൂ. സൂഫി ചിന്തയുടെ ആദ്യപടിയാണ് അള്ളാഹുവിനെ കണ്ടെത്തുക എന്നുള്ളത്. ഈ ഒരു കഥ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്.